നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹി സ്ഫോടന കേസിലെ പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും ആക്രമണ പദ്ധതികളുടെ വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴിയെന്ന് കണ്ടെത്തൽ. എൻക്രിപ്റ്റ് ചെയ്ത സ്വിസ് ആപ്ലിക്കേഷനായ ത്രീമയാണ് വിവരങ്ങൾ കൈമാറാൻ സംഘങ്ങൾ ഉപയോഗിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് രഹസ്യ ആപ്ലിക്കേഷന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതേസമയം സ്ഫോടനത്തിൽ ഉത്തരവാദികൾക്ക് കനത്ത ശിക്ഷ ഉറപ്പെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പ്രതികൾക്കുള്ള ശിക്ഷ ലോകത്തിന് നൽകുന്ന സന്ദേശമാകുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. દિલ્હીમાં એક આતંકવાદી ઘટનામાં કાર વિસ્ફોટમાં 9 લોકોનું મૃત્યુ થયું અને 25ની આસપાસ નાગરિકો ઘવાયા છે. બોમ્બ બ્લાસ્ટની કાર્યવાહી કરવાના સૌ જે કોઈ ભી જે સ્તરે આની અંદર સંડોવાયેલા છે એ સૌને કાયદાની અદાલત સામે લઈ જઈ સૌને ઉચિત સજા થાય એના માટે ભારતના વડાપ્રધાનનો જે સંકલ્પ છે એ નિશ્ચિત રૂપે પૂરો થશે અને એક એવું ઉદાહરણ બેસવાનું છે કે જેથી ભવિષ્યમાં આવી ક્યારે આતંકવાદી ઘટના ના થાય. ഡൽഹി സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് വൻ ഭീകരാക്രമണ പദ്ധതികളുടെ വിവരങ്ങൾ. ഫരീദാബാദ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സ് അടങ്ങിയ ഭീകരസംഘം കഴിഞ്ഞ 2 വർഷമായി ആസൂത്രണം ചെയ്തത് വൻ സ്ഫോടനങ്ങളെന്ന് വിവരം. ചെങ്കോട്ടയടക്കം 6 ഇടങ്ങളിൽ ഒരേ സമയം ആക്രമണങ്ങൾ നടത്താനായിരുന്നു പദ്ധതി. ഡോക്ടർ മുസമ്മിൽ ഗനായിയുടെയും ഉമർ നബിയുടെയും ഡയറിക്കുറിപ്പുകളിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. 3 വർഷമായി യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിപ്പിച്ചിരുന്ന ഡോക്ടർ മുസമ്മിലാണ് 2 മുറികളും വാടകയ്ക്കെടുത്തത്. ഇതിലൊന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയും മറ്റൊന്ന് ഒറ്റപ്പെട്ട സ്ഥലത്തുമായിരുന്നു. ഉമറും മുസമ്മിലും സ്ഫോടക വസ്തുക്കൾ രഹസ്യമായി കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നത് ഈ മുറികളിലാണ്. പിടിച്ചെടുത്ത നോട്ട് ബുക്കുകളിലും ഡയറികളിലും നവംബർ 8 മുതൽ 12 വരെയുള്ള തീയതികളോടുകൂടിയ രഹസ്യ കോഡുകളും പേരുകളും നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒന്നിലധികം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ സൂചനയാണ് നൽകുന്നത്. ഓപ്പറേഷൻ എന്ന വാക്ക് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പ്രതികളായ ഉമർ നബി, ഡോക്ടർ മുസമ്മിൽ ഗനായി, ഡോക്ടർ ആദിൽ, ഡോക്ടർ ഷഹീൻ എന്നിവർ ചേർന്ന് 20 ലക്ഷം രൂപയോളം സമാഹരിച്ച് ഉമറിന് കൈമാറി. IED നിർമ്മിക്കാനായി 20 ക്വിന്റലിലധികം NPK വളം സംഘടിപ്പിച്ചത് ഈ തുക ഉപയോഗിച്ചാണ്. ബോംബ് നിർമ്മാണത്തിനായി സർവകലാശാല ലാബിൽ നിന്നും രാസവസ്തുക്കളും മോഷ്ടിച്ചു. മുസാമിലിന്റെ മുറിയിൽ ബോംബ് നിർമ്മിക്കാൻ പരീക്ഷണങ്ങൾ നടത്തിയതായും കണ്ടെത്തി. കൂട്ടാളികൾ പിടിക്കപ്പെട്ടതോടെയാണ് പെട്ടെന്ന് സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമർ തീരുമാനിച്ചത്. കാറിന്റെ പിൻസീറ്റിൽ വെച്ച് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. അതിനാണ് കാർ ചെങ്കോട്ടയിൽ 3 മണിക്കൂറോളം പാർക്ക് ചെയ്തത്. തിരക്ക് കുറഞ്ഞത് കാരണം പദ്ധതി മാറ്റി. ചെങ്കോട്ട സിഗ്നലിന് സമീപം സ്ഫോടനം പെട്ടെന്ന് തയ്യാറാക്കിയ പദ്ധതിയെന്നാണ് നിഗമനം. ഡൽഹിയിൽ 11 മണിക്കൂറോളം ഹ്യുണ്ടായി i20 വാഹനത്തിൽ കറങ്ങിയതും കാൽനട യാത്രക്കാർ കൂടുതലുള്ള സ്ഥലം ലക്ഷ്യമിട്ടായിരുന്നു. കൊണാട്ട് പ്ലേസിൽ ഒമർ കാറിൽ കറങ്ങുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. 32 വാഹനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഇതിനായി 4 വാഹനങ്ങളാണ് ഇവർ ആദ്യം വാങ്ങിയത്. ഇതിൽ 3ാമത്തെ വാഹനമായ മാരുതി ബ്രസ കാർ അൽഫല സർവകലാശാല ക്യാമ്പസിൽ നിന്ന് കണ്ടെത്തി. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹഭാഗം കണ്ടെത്തി. അതിനിടെ ഡോക്ടർ ഷഹീനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ കൂടി UP ATS അറസ്റ്റ് ചെയ്തു. ജമ്മു കശ്മീർ സ്വദേശിയായ മുഹമ്മദ് ആരിഫ് കാൻപൂർ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ കാർഡിയോളജി വിദ്യാർത്ഥിയാണ്. ചുവന്ന എക്കോസ്പോർട്ട് കാർ ഉപേക്ഷിച്ച ഫഹീം എന്നയാളും അറസ്റ്റിലായി. ഡോക്ടർ ഉമർ നബിയുടെ ബന്ധുവാണ് ഇയാൾ. 24 ഡൽഹി. ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച i20 കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന സ്ഥിരീകരണം. ഡോക്ടർ ഉമർ പ്രവർത്തിച്ചത് തുർക്കി ആസ്ഥാനമായ ഉകാസ എന്ന രഹസ്യ ഹാൻഡിലിന്റെ നിർദ്ദേശമനുസരിച്ചെന്നാണ് കണ്ടെത്തൽ. വൈറ്റ് കോളർ ഭീകര സംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉകാസയാണ്. അതിനിടെ ഫരീദാബാദിലെ അൽഫല സർവകലാശാലയ്ക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചു. കുടുംബാംഗങ്ങളുടെ DNA സാമ്പിൾ പരിശോധനയിലാണ് സ്ഫോടനത്തിൽ ഡോക്ടർ ഉമർ മുഹമ്മദും കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചത്. പ്രതികൾ വൻ ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഡിസംബർ 6-ന് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. ഡോക്ടർ ഉമർ മുഹമ്മദും ഡോക്ടർ മുസ്മിൻ ഷക്കീലും തുർക്കി സന്ദർശിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇരുവരുടെയും പാസ്പോർട്ടുകളിൽ തുർക്കി ഇമിഗ്രേഷൻ സ്റ്റാമ്പുകൾ കണ്ടെത്തി. തുർക്കി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഡോക്ടർ മുസമ്മിൽ അൽഫല മെഡിക്കൽ കോളേജിൽ ചേർന്നത്. ഡോക്ടർ അദീലിന് സഹാറൻപൂരിലായിരുന്നു നിയമനം. റിക്രൂട്ട്മെന്റിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനം തെരഞ്ഞെടുക്കുകയായിരുന്നു. ഡോക്ടർ ഉമർ മുഹമ്മദ് രഹസ്യ ഹാൻഡിലായ ഉക്കാസയുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു.
ഇയാളെ കാണാനാണ് ഡോക്ടർ ഉമർ തുർക്കിയിൽ പോയതെന്നും ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉമർ ഉഗാസയുമായി പങ്കുവച്ചുവെന്നും വിവരമുണ്ട്. ഉഗാസ എന്ന വാക്കിന് അറബിയിൽ ചിലന്തി എന്നർത്ഥം. തുർക്കി കേന്ദ്രീകരിച്ചുള്ള ഉഗാസ എന്ന രഹസ്യ ഹാൻഡിലിനു പിന്നിൽ ആര്? അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. വൈറ്റ് കോളർ ഭീകര സംഘത്തെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിച്ചത് ഉഗാസ എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിനീത വിജി, 24, ഡൽഹി. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഫരീദാബാദിലെ അൽ ഫലാ സർവകലാശാലയ്ക്കെതിരെ ഇഡി അന്വേഷണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഫണ്ടുകൾ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വഴിതിരിച്ചുവിട്ടോ എന്നതിലാണ് അന്വേഷണം നടക്കുക. അതിനിടെ വെബ്സൈറ്റിൽ വ്യാജ അക്രഡിറ്റേഷൻ വിവരങ്ങൾ പ്രദർശിപ്പിച്ചതിന് അൽ ഫലാ സർവകലാശാലയ്ക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ നോട്ടീസ് അയച്ചു. ഡൽഹി ഓഖ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർവകലാശാലയിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കൂടുതൽ ജമ്മു കശ്മീർ സ്വദേശികൾ. ഓഖ്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിൽ അറബ് രാജ്യങ്ങളിൽ നിന്നടക്കം ട്രസ്റ്റ് വിദേശ സംഭാവന കൈപ്പറ്റിയിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ ഫണ്ടുകൾ ഭീകരപ്രവർത്തനങ്ങൾക്കായി വഴിതിരിച്ചു വിട്ടോ എന്നതാണ് ഇ അന്വേഷിക്കുന്നത്. സർവകലാശാലയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഡൽഹി പോലീസ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും അന്വേഷണം നടത്തും. യൂണിവേഴ്സിറ്റിയിൽ കശ്മീരിൽ നിന്നുള്ളവരെ കൂട്ടത്തോടെ നിയമിച്ചത് കുറഞ്ഞ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇത് ക്യാമ്പസിൽ തീവ്ര മതപരമായ അന്തരീക്ഷം വളരാൻ കാരണമായെന്ന ആരോപണം ശക്തമാണ്. അറസ്റ്റിലായ ഡോക്ടർമാരെ നിയമിച്ചതിലെ മാനദണ്ഡങ്ങൾ NIAയും പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ക്യാമ്പസിൽ വിദ്യാർത്ഥികളെയും സ്റ്റാഫുകളെയും ബുർഖയും ഹിജാബും ധരിക്കാൻ നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മാനേജ്മെന്റ് നടപടിയെടുത്തിരുന്നില്ല. അൽ ഫലാഗ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും ചാൻസലറുമായ ജവാദ് അഹമ്മദ് സിദ്ദിഖിയുടെ മുൻകാല ജീവിതവും അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ജാമ്യ മിലിയയിൽ ജോലി ചെയ്യുന്നതിനിടെ സിദ്ദിഖി സഹോദരൻ സൗദിനൊപ്പം സംരംഭം ആരംഭിച്ച് പണം തട്ടിയിരുന്നു. ഇതിനെ തുടർന്ന് അറസ്റ്റിലായ സിദ്ദിഖിയും സഹോദരനും 3 വർഷത്തിലധികം തിഹാർ ജയിലിൽ കിടന്നു. കോവിഡ് സമയത്ത് ലൈഫ് ഇൻഷുറൻസ് ആവശ്യപ്പെട്ട നഴ്സുമാരെ പിരിച്ചുവിട്ടതിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലും സ്റ്റൈപ്പൻഡ് നൽകാത്തതിലും പ്രതിഷേധിച്ച മെഡിക്കൽ ഇന്റേണുകളെ സസ്പെൻഡ് ചെയ്തതിലും അൽ ഫലാഗ് യൂണിവേഴ്സിറ്റിക്കെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു. വെബ്സൈറ്റിൽ തെറ്റായ അക്രഡിറ്റേഷൻ വിവരങ്ങൾ പ്രദർശിപ്പിച്ചതിന് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലും സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. യൂണിവേഴ്സിറ്റിക്ക് NAAC അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ മുൻപ് A ഗ്രേഡ് ലഭിച്ച കോളേജുകളുടെ പേര് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചുവെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. 24, ഡൽഹി. ഇന്ന് പുലർച്ചെയാണ് തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് ഹരിപ്പാട് സ്വദേശി രാജേഷ് മരിച്ചത്. ഈ അപകടത്തിൽ നിന്ന് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഒരു KSRTC ബസ് രക്ഷപ്പെട്ടിരുന്നു. 43 യാത്രക്കാരാണ് ബസ്സിൽ ആ സമയത്തുണ്ടായിരുന്നത്. സെക്കൻഡുകൾക്ക് മുമ്പ് ബസ് എത്തിയിരുന്നെങ്കിൽ വാർത്ത മറ്റൊന്നായേനെ. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൻ വിജയം പ്രവചിച്ചതിന്റെ ആവേശത്തിലാണ് NDA ക്യാമ്പ്. റെക്കോർഡ് പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്ന് മഹാസഖ്യം കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24ഉം സജ്ജമാണ്. വാശിയേറിയ പ്രചാരണം, ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ്, എല്ലാത്തിനുമൊടുവിൽ അധികാരം ആരുടെ കൈകളിലേക്കെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം നീളുന്ന കാത്തിരിപ്പാണിനി. 38 ജില്ലകളിലായി 46 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമായി കഴിഞ്ഞു. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങും. എക്സിറ്റ് പോളുകൾ വൻ വിജയമാണ് NDAക്ക് പ്രവചിക്കുന്നത്. JDU കൂട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും. നിതീഷ് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്കെന്ന് ഉറപ്പിക്കുന്നു മുന്നണി. കടുവ ജീവനോടെ തന്നെ ഉണ്ടെന്ന പോസ്റ്ററുകൾ JDU ഓഫീസിന് മുന്നിൽ ഇന്ന് കണ്ടു. എക്സിറ്റ് പോളിൽ പിന്നിലാണെങ്കിലും ജനങ്ങൾ നൽകിയ എക്സാറ്റ് പോളിൽ വൻ വിജയം നേടുമെന്ന് RJD നേതാവ് മൃത്യുഞ്ജയ് തിവാരി പറഞ്ഞു. ബീഹാറിൽ വൻതോതിൽ വോട്ടുകൊള്ള നടന്നിട്ടുണ്ടെന്ന് ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് പറഞ്ഞു. ഇന്നലെ റോത്താസ് ജില്ലയിലെ ഒരു ചന്തയിൽ EVMകൾ നിറച്ച ഒരു ട്രക്ക് എത്തിയെന്ന പ്രചാരണമുണ്ടായി. സ്ഥാനാർത്ഥികളോടൊപ്പം ട്രക്ക് പരിശോധിച്ചെന്നും വെറും കാലിപ്പെട്ടികളാണ് ഉണ്ടായിരുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 24, പട്ന. നാളെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ്. അതിന്റെ ചൂടും ചൂരും ഒട്ടും ചൂടാറാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 ടീം സജ്ജമാണ്. ഒപ്പം തന്നെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ് കേരളം. ആ വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP CPIM ഡീൽ ആരോപിച്ച് ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനെ പുറത്താക്കി. കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ട് KSUക്കാരെ വെട്ടിനിരത്തിയെന്നാരോപിച്ച് DCC ഓഫീസിൽ പ്രതിഷേധം. CPIMുമായുള്ള സീറ്റ് തർക്കത്തെ തുടർന്ന് തൃക്കാക്കര നഗരസഭയിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും.
തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP CPIM ഡീലുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രനാണ് പിന്നിലെന്നും ആരോപണമുന്നയിച്ച ആനി അശോകനെ CPIMൽ നിന്ന് പുറത്താക്കി. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നെന്ന് ആനി അശോകൻ. CPIMന്റെ ഉടുപ്പിട്ട RSSകാരനും BJPക്കാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ. സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കും. തനിക്ക് കഴക്കൂട്ടത്തെ ജനങ്ങളുമായാണ് ഡീലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. എനിക്ക് ഡീലുണ്ട്. അത് ആരുമായിട്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കക്ഷി വ്യത്യാസമില്ലാത്ത ജനങ്ങളുമായിട്ടാണ്. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് കൌൺസിലർ ബാസ്റ്റിൻ ബാബു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. യൂത്ത് കോൺഗ്രസിനെ തഴഞ്ഞെന്നാരോപിച്ച് എറണാകുളത്ത് നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ട് KSU പ്രവർത്തകരെ വെട്ടിനിരത്തിയെന്നാരോപിച്ച് കൊല്ലം DCC ഓഫീസിൽ KSU പ്രതിഷേധിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിയോടിടഞ്ഞ NCP തനിച്ച് മത്സരിക്കും. ഇടുക്കിയിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് നിലപാടെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരി നഗരസഭയിൽ UDFുമായി ഇടഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കും. പാലക്കാട് തേങ്കുറിശ്ശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. സലനയും തെക്കുംപുറം മുൻ ബ്രാഞ്ച് സെക്രട്ടറി V. പത്മനാഭനും CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. പത്തനംതിട്ട പന്തളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും BJPയിൽ ചേർന്നു. ന്യൂസ് ഡെസ്ക് 24. ADM K. നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസ് അന്വേഷിച്ച കണ്ണൂർ മുൻ ACP TK രത്നകുമാർ CPIM സ്ഥാനാർത്ഥി. കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് ജനവിധി തേടും. 2 മാസം മുൻപാണ് TK രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചത്. സ്ഥാനാർത്ഥിത്വത്തിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPIM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസിൽ മേൽനോട്ട ചുമതലയായിരുന്നു കണ്ണൂർ ACPയായ TK രത്നകുമാറിന്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ 2 മാസം മുമ്പാണ് രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചത്. ഇതിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്നാണ് രത്നകുമാർ മത്സരിക്കുക. സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിയായെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. അതൊക്കെ തന്നെ ഒതുക്കി തീർക്കാൻ വേണ്ടി എല്ലാ ശ്രമദൗത്യവും നടത്തിയത് ഈ ACP ആയിരുന്നു എന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണ് എന്ന് ഈ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തെളിയിക്കപ്പെടുകയാണ്. കേസിൽ പോലീസിന്റെ ഇടപെടലിനെതിരെ നേരത്തെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടെന്നായിരുന്നു ആരോപണം. അതിനിടെയാണ് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ CPIM സ്ഥാനാർത്ഥിയാകുന്നത്. 24 കണ്ണൂർ. ഒരിടവേളയ്ക്ക് ശേഷം പാലക്കാട് PK ശശി EN സുരേഷ് ബാബു പോര്. മാർക്സിസം കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിന്റെ ചുവപ്പ് പോക്കറ്റിലെന്ന് PK ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലിരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ മറുപടി. കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോൾ CPIM ജില്ലാ സെക്രട്ടറി എന്തിന് അസഹിഷ്ണുത കാണിക്കുന്നെന്നായിരുന്നു PK ശശിയുടെ മറുപടി. അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലും PK ശശി ഉന്നം വയ്ക്കുന്നവർ നേതൃത്വത്തിലും ഇരിക്കുന്നത്. മനസ്സിലായോ? അതാണ് അതിന് ഉത്തരം. മനസ്സിലായോ? വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു കുറ്റമേ അല്ല. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നതും അത് തന്റെ കയ്യിലെ ഒരു വലിയ ഭൂഷണമാണ് എന്ന രൂപത്തിൽ കാണുന്നതും അതാണ് വലിയ അപമാനകരമായ കാര്യം. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഞാനങ്ങ് ചെറുതായി പോകും, പറഞ്ഞ ആള് അത് വളരെ വലുതായി പോകുമെന്ന ധാരണയാണുള്ളതെങ്കിൽ വേറെ ഒന്നും എനിക്കധികം പറയാനൊന്നുമില്ല. ഈ കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കേണ്ട, അസഹിഷ്ണുവാക്കേണ്ട കാര്യം എന്താണുള്ളത്? അതിന് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് പരമസത്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ അയാളെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഈ പുട്ടിന് രേഖ ഇടുന്നത് പോലെ ഇടക്കിടക്ക് PK ശശി എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെങ്കിൽ ആ പുണ്യം ഈ പറയുന്ന ആളുകൾക്ക് ഇരിക്കട്ടെ. പാർട്ടിയിലുള്ള ഏത് സുരേഷ് ബാബുവിനും PK ശശിക്കുമുള്ള മെമ്പർഷിപ്പും എല്ലാം 5 രൂപേന്റെ മെമ്പർഷിപ്പാണ്. PK ശശിന്റെ മെമ്പർഷിപ്പ് 5 രൂപക്കും സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ മെമ്പർഷിപ്പിന് 500 രൂപയും വിലയൊന്നുമില്ല. 5 രൂപേന്റെ മെമ്പർഷിപ്പ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് OP മുടക്കി സമരം ചെയ്ത ദിവസം ഹാജർ രേഖപ്പെടുത്തി OPയിൽ വെറുതെ ഇരുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ ഷൺമുഖനാണ് OPയിൽ വെറുതെ ഇരുന്നത്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, ഈ കാർഡിയോളജി വിഭാഗത്തിനെതിരെ മുൻപ് ആരോപണം ഉയർന്നിരുന്നു. ഈ കൊല്ലം സ്വദേശിയായ വേണു ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറയുമ്പോൾ ട്രോപ്പോണിൻ പോസിറ്റീവായി വരുന്നു. കാർഡിയോളജി വിഭാഗം അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുന്നത് പോലും 2 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന ആക്ഷേപമൊക്കെ ഉയർന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം കൂടെ വരുന്നത്. ക്രിസ്റ്റീന, KGMCT അതായത് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സംഘടനയായ KGMCTയെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്
റിലേ ഒ പി ബഹിഷ്കരണം നടത്തി വരികയാണ്. ഇന്ന് റിലേ ഒ പി ബഹിഷ്കരിച്ച ദിവസമാണ്. ഇതിൽ മറ്റൊരു സംഘടനയുണ്ട്, അതായത് കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന സർക്കാർ മെഡിക്കൽ കോളേജിലെ തന്നെ അധ്യാപകരുടെ, അതായത് ഡോക്ടേഴ്സിന്റെ മറ്റൊരു സംഘടന കൂടിയുണ്ട്. ഈ സംഘടന ഒ പി ബഹിഷ്കരണത്തിലോ സമരത്തിലോ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഈ സംഘടന ആരോപിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒ പി ബഹിഷ്കരണത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സ് ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം മറ്റു ജോലികളിൽ ഏർപ്പെടാതെ ഡിപ്പാർട്ട്മെന്റിൽ തുടരുന്നു എന്നുള്ളതാണ്. അവർ ഒ പി ബഹിഷ്കരിച്ചാണ് അവരുടെ സമരമെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണം. ഹാജർ രേഖപ്പെടുത്തി ഡിപ്പാർട്ട്മെന്റിൽ മറ്റു ജോലികളില്ലാതെ തുടരുന്നത് രോഗികളെയും അതുപോലെ വിദ്യാർത്ഥികളെയും ഒക്കെ അവരോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്ന് ഈ KGPMTA ആരോപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് അത് ശരിവെക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. ഇന്ന് സമര ദിവസമായിരുന്നു. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ ഷൺമുഖൻ ഹാജർ രേഖപ്പെടുത്തി ഡിപ്പാർട്ട്മെന്റിൽ തുടരുകയായിരുന്നു. ഇവർ ഒ പിയിലേക്ക് പോകുകയോ മറ്റു ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്തില്ല. ഈ കാർഡിയോളജി വിഭാഗം മേധാവിയും മറ്റു PG ഡോക്ടേഴ്സും ചേർന്നാണ് വാർഡ് റൗണ്ട്സുകളും ICU റൗണ്ട്സുകളും പൂർത്തിയാക്കിയത്. അതിനുശേഷം ഏതാണ്ട് അതിനുശേഷമാണ് അവർ ഒ പിയിലേക്ക് പോയത്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് ഒ പി ഇവർക്ക് പൂർത്തിയാക്കാനായത്. 422 രോഗികൾ ഇന്ന് കാർഡിയോളജി ഒ പിയിലെത്തി ചികിത്സ തേടി. ഇത്തരത്തിൽ വിവിധ വകുപ്പുകളിൽ KGMCTA ഡോക്ടർമാർ നടത്തുന്ന ഒ പി ബഹിഷ്കരണ സമരത്തിൽ അവർ ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ തുടരുന്ന സാഹചര്യമുണ്ട്. അത് വല്ലാത്ത രീതിയിൽ ചികിത്സയെ ബാധിക്കുന്ന ആരോപണം മറ്റൊരു സംഘടനയായ KGPMTA ഉയർത്തുന്നുണ്ട്. ഈ കൊല്ലം സ്വദേശി വേണുവിന് ചികിത്സ നിഷേധിച്ചെന്ന പരാതി ഉയർന്നത് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ കാർഡിയോളജി വിഭാഗത്തിലാണ്. അവിടെയാണ് ഇത്തരത്തിൽ. ഓക്കെ, വാർത്താമഴ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.